വെൽക്കം ടു തിരുമാന്താംകുന്ന് ക്ഷേത്രം. അങ്ങാടിപ്പുറം പൂരം നടക്കുകയാണ്. അങ്ങാടിപ്പുറം പൂരത്തിനപ്പുറം 4-ാം നാൾ പിന്നെ ജനാധിപത്യത്തിന്റെ അതിനേക്കാൾ വലിയ മഹാപൂരമാണ്. അപ്പോൾ ആ പൂരത്തിലുള്ള ഒരുക്കത്തിലാണ് ജനം. നമ്മൾ ആൾക്കാരിലേക്ക് അങ്ങനെ ഇറങ്ങി ചെന്ന് അവരോട് തന്നെ ചോദിക്കണം. നമുക്ക് ഗൂഗിൾ ഇവിടെ ഒക്കെ ഉണ്ട്, ഗൂഗിൾ കേവലം ഇവിടെ ഉണ്ട്. എന്നോട് എന്നെ ഒരവസ്ഥ എന്താ? നല്ല ചൂടാണ്. ഇലക്ഷന്റെ ചൂടും അതിന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഗംഭീരമാണ്, സംഭവം ഗംഭീരമാണ്. അതവിടെ നിൽക്കട്ടെ. ആര് ജയിക്കും? കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ആര് ജയിക്കും? ഇവിടെ UDF ജയിക്കുന്നതാണ് നമ്മളെ അഭിപ്രായം. കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ് അല്ല, ഞാൻ BJP കാരനാ. കോൺഗ്രസ് BJP ഡീൽ അല്ല, അങ്ങനെയല്ല. LDF-നും കോൺഗ്രസിനും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടരുത്. അപ്പൊ തുറപ്പിച്ചു കിട്ടായിട്ട് BJP ഇറങ്ങും അവിടെ. LDF തന്നെ ജയിക്കും. നിങ്ങൾ കഴിഞ്ഞ കുറി എത്ര ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തില് എത്ര 37 വോട്ടിന് നിങ്ങൾ ജയിച്ചു അഹങ്കരിക്കരുത്. 38. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അഹങ്കരിക്കരുത്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. സംഖ്യ പറഞ്ഞു. ആയിക്കോട്ടെ ഈശ്വര. അതല്ല നിങ്ങളുടെ സ്ഥാനം ജയിക്കൂ? ഇല്ല, നമ്മളെ സ്ഥാനാർത്ഥിക്ക് വോട്ടൊന്നും കിട്ടൂല. ഞങ്ങള് ചെറിയ പാർട്ടിയല്ലേ. എന്നാ ഉണ്ട്? അങ്ങനെ പോണു, അടിച്ചു പൊളിച്ചു പോണു. LDF 3-ാം ഊഴം ഉറപ്പിച്ചു. CPM പക്ക പാർട്ടിക്കാരൻ. ചേട്ടാ എന്നാടാ പോയി ഓടുന്നു. എന്താ പിണറായി വരും, വീണ്ടും വരും. 3-ാം ഊഴം പാർട്ടിക്കാരനാ? പിന്നല്ല. ഹലോ, എന്തുണ്ട്? വോട്ട് ചെയ്യാനായോ? വോട്ട് ചെയ്യാനാകുമ്പോൾ ചെയ്യണം കേട്ടോ. ഒറ്റ വോട്ടിൽ കളയരുത്. വോട്ട് അമൂല്യമാണ്, പാഴാക്കരുത്. ഓക്കെ? പേടിച്ചു പോയി. എന്തുണ്ട്? ഒരു പൊതുജനം എന്നുള്ള നിലക്ക് പറയാനുള്ളത്, ഏത് മുന്നണി ജയിച്ചാലും പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ ഈ പാലം. ഇപ്പോ ഞാൻ കോട്ടക്കൽ നിന്ന് ഇവിടെ ദിവസമായിട്ട് അല്ല, പാലത്തിലൂടെ കടന്നു പോകണ്ടേ? ഞാൻ കോട്ടക്കൽ നിന്ന് വന്നിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നതാണ് പെരിന്തൽമണ്ണ. എനിക്ക് കോട്ടക്കൽ നിന്ന് അങ്ങാടിപ്പുറം വരെ എത്താൻ അരമണിക്കൂർ മതി. പക്ഷെ ഇത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ എത്താൻ വീണ്ടും ഒരു അരമണിക്കൂർ. ഇവിടെ ഏത് മുന്നണി വന്നാലും നമുക്ക് ആദ്യം വേണ്ടത് ആ പാലം വീതി കൂടണം, അല്ലെങ്കിൽ മറ്റു നമുക്ക് ബൈപ്പാസ് വേണം. ഇപ്പൊ നോക്കി, ഇനി ഒരു 3 മണിയായി കഴിഞ്ഞാൽ ഇവിടെ റോഡ് ക്ലോസ് ആണ്. ഇനി ഇവിടുന്ന് നമുക്ക് കോട്ടക്കലേക്ക് പോകണമെങ്കിൽ 20 കിലോമീറ്റർ താണ്ടി പോകണം. ഇത് എല്ലാ മുന്നണികളും ഇവിടെ കണക്കാണ്. ഒരു കാര്യം ഇവർക്കും ജയിപ്പിച്ചിട്ട് കാര്യമില്ല. വോട്ട് ചെയ്യണം. എന്നിരുന്നാലും നോക്കുക, ഇവിടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ റോഡിന്റെ ഒരു കാര്യം നടക്കുന്നില്ല. ഇവിടെ ഹോസ്പിറ്റൽ സിറ്റിയാണ് പെരിന്തൽമണ്ണ. എത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഗതാഗത പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നും ഇവിടെ ഒരു മുന്നണിക്കും താല്പര്യമില്ല. ഇവിടെ UDF ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഒരു പ്രശ്നം മാത്രം പരിഹരിക്കപ്പെടും. കറക്റ്റ്. അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റ് സാധനം പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശാലമായ റോഡാണ്. റോഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് പാലം അങ്ങ് ഇടിയിൽ പോവുക. അപ്പോൾ അവസ്ഥ എന്താണ്? വമ്പം ക്യൂ. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു കുറഞ്ഞ അരമണിക്കൂർ ബ്ലോക്കിപ്പെട്ടു. അത് പറഞ്ഞ അവസ്ഥയാണ്. ചേച്ചി എന്നാ ഉണ്ട്? അയ്യോ പേടിക്കല്ലേ. എന്നാ ഉണ്ട്? സുഖമാണോ? ഭക്ഷണം കഴിച്ചു? ചോറുണ്ടോ? നല്ല സൂപ്പർ സദ്യയല്ലേ അല്ലേ? വോട്ടൊക്കെ ചെയ്യണ്ടേ? ആർക്കാ വോട്ട് ചെയ്യുന്നേ? അത് പറയില്ല. പക്ഷെ ആര് ജയിച്ചാലും നാടിന് ഗുണമുള്ള കാര്യം ചെയ്യും. എന്നാലും LDF വരണമെന്നാണ് UDF വരണമെന്നാണ് ആഗ്രഹം. രഹസ്യമായിട്ടാ പറഞ്ഞേ, കുഴപ്പമില്ല. ഹലോ, വോട്ട് ചെയ്യാനാകുമ്പോ വോട്ടൊക്കെ ചെയ്യണേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.